എന്താണ് ഈ ഹാൻഡ്ലൂം, എന്താണ് ഈ പവർലൂം എന്നുള്ള ഡിഫറൻസ്. ഓണം സീസൺ ആയി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇത് ഹാൻഡ്ലൂം ആണ് അല്ലെങ്കിൽ ഇത് പവർലൂം ആണ് എന്നുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നതാണ്. പ്യോർ ഹാൻഡ്ലൂം അങ്ങനെ പറഞ്ഞ് നമ്മൾ സാധാരണ വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ചിലർക്കെങ്കിലും സംശയം തോന്നാം എന്താണ് ഈ ഹാൻഡ്ലൂം, എന്താണ് ഈ പവർലൂം എന്നുള്ള ഡിഫറൻസ്. നാച്ചുറലി അതിന്റെ വേർഡ് സിഗ്നിഫിക്കന്റ് ആയിട്ട് കേൾക്കുന്നത് പോലെ തന്നെ ഹാൻഡ്ലൂം ആൻഡ് പവർലൂം, ഹാൻഡ്സ് ആൻഡ് ലെഗ്സിന്റെ കോർഡിനേഷനിൽ ചെയ്യുന്ന ലൂമാണ് ഹാൻഡ്ലൂം പറയുന്നത്. പവർലൂം നിങ്ങൾക്കറിയാം മെഷീനറീസിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ കേരള സാരിയുടെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാൻഡ്ലൂമിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഏറ്റവും ഫൈൻ ആൻഡ് പ്യുവർ സെറി ആയിരിക്കും. ആ സെറിയിലും വേരിയേഷൻസ് ഉണ്ടാവും, പക്ഷെ അസറിയുടെ തിക്നെസ് ആണ് ഇതിന്റെ പ്രത്യേകതയുള്ളത്. കോട്ടൺസ് വലിയ ഡിഫറൻസ് വരുന്നില്ല, പക്ഷെ സെറിക്കാണ് ഡിഫറൻസ് വരുന്നത്. അപ്പം ഹാൻഡ്ലൂമിൽ വരുന്ന അതിന്റെ ഫിനിഷ്, പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യം ചുട്ടി വേണം, സാരിയിൽ ചുട്ടി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഈ ചുട്ടി ഭംഗിയായിട്ട് നെയ്തെടുക്കാൻ സാധിക്കുന്നത് മിക്കവാറും തന്നെ നമ്മുടെ ഹാൻഡ്ലൂമിൽ മാത്രമാണ്. പവർലൂമിൽ ചുട്ടി വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പവർലൂമിൽ യൂസ് ചെയ്യുന്നത് കൂടുതലും ടെസ്റ്റഡ് ജെറീസ് ആണ്, പ്യോർ ജെറിയിൽ വരുന്നതല്ല. പക്ഷെ ടെസ്റ്റഡ് ജെറി, അതിലും ഈ പറഞ്ഞ പോലെ അതിനുമുണ്ട് ഓരോ ക്വാളിറ്റീസ്. ഇതിനെല്ലാത്തിനും ഓരോ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓവറോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്.